മീനുട്ടി എന്തോ ഇപ്പൊ മീനൂട്ടിക്ക് ഒരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ കേട്ടു, ഇവിടെ ഇങ്ങനെ പറയണ കേട്ടു. എന്താണ് ആഗ്രഹം? എന്തായിരുന്നു ആഗ്രഹം? ഒരു ഡുവറ്റ് കേൾക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം. ആ ഡ്യുവറ്റ് കേൾക്കണം എന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടാവാറുണ്ട്. നമ്മുടെ എപ്പിസോഡ് തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് ആഗ്രഹം. സോളോനോട് ഇത്ര ദേഷ്യം? അത് ദേഷ്യമൊന്നുമില്ല, അതെന്താന്നറിയോ, എനിക്ക് പ്രേമം പ്രണയം അങ്ങനെയൊന്നും അങ്ങനത്തെ ആഗ്രഹമൊന്നും എനിക്കില്ലായിരുന്നു. ഹലോ എന്റെ മോളിപ്പോ സോളോ മതി, ഡ്യുവറ്റ് വേണ്ട. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതെന്നറിയോ, സോളോ ആവുമ്പോ എനിക്ക് പാട്ട് കേൾക്കും, പാട്ടിനെ പറ്റി ഒന്നും അറിയത്തില്ലോ. പക്ഷെ ഡ്യുവറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ പണ്ടത്തെ സീസണിലെ ആൾക്കാരൊക്കെ വരും. അപ്പൊ എനിക്ക് അവരെയും കാണാൻ പറ്റും. പണ്ടത്തെ സീസണിലെ ആൾക്കാരൊക്കെ വരും. അല്ല എല്ലാരും വരുമല്ലോ, അപ്പൊ രണ്ടുപേരും പാടുന്നത് നമുക്ക് കാണാമല്ലോ. അതുകൊണ്ട് എനിക്ക് ഡ്യുവറ്റിനോട് ഇഷ്ടം. മനസ്സിലായി. അപ്പൊ അങ്ങനെ മീനൂട്ടൊരു ആഗ്രഹപ്രകാരം ഇന്ന് നമുക്ക് സീസൺ 4 വിന്നർ ഉണ്ട്. ആരായിരുന്നു? ദ്രൗപദി. ദ്രൗപദി എല്ലാവർക്കും ഓർമ്മയുള്ള ആളാണ്. ഇപ്പോഴത്തെ നമ്മുടെ ടോപ്പ് 6 സ്വന്തം അക്കേതിക്കുട്ടി. എന്താ വേണ്ടത്? മതി, ഉണ്ണിയങ്ങൾ മാത്രമേ എന്നോട് ഒരു സ്നേഹമുള്ളൂ. താങ്ക് യു ഉണ്ണിയങ്ങൾ. ഇനി ഉണ്ണിയങ്ങളും കൂടെ എന്നെ തെറ്റിദ്ധരിക്കാനുള്ളൂ. ഓക്കെ, ലെറ്റ്സ് വെൽക്കം അക്കേതി ആൻഡ് ദ്രൗപദി ഓൺ സ്റ്റേജ്. രണ്ടുപേരും പട്ടുപാവാടയൊക്കെ ഇട്ടാണ്. ഒരേ കളർ, ഏകദേശം ഒരേ കളർ. വെൽക്കം ദ്രൗപദി. ഹലോ. ഹായ് ദ്രൗപദി, ഹൗ ആർ യു? നമ്മുടെ രാഷ്ട്രപതിയുടെ പേരല്ലേ അതെ ദ്രൗപദി? അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതെ. കൃഷ്ണയെന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല, എല്ലാരും എന്നെ മുർമുന്ന് വിളിക്കലുണ്ട്. ആണോ? മുർമു. ഓക്കെ, പ്രസിഡന്റിന്റെ പേര് അവരുടെ പേരായതുകൊണ്ട്. കൃഷ്ണ എന്ന് പറഞ്ഞാലും ദ്രൗപദിയാണ്. കേട്ടിട്ടുണ്ടോ അവര്? കൃഷ്ണനല്ല, കൃഷ്ണ എന്ന് പറഞ്ഞ അപ്പുറത്തെ ഒരാൾ ഇപ്പൊ അഖൈതി. ഒന്നും അറിയാത്ത മാതിരി നിൽക്കുന്നുണ്ട്. ഇതുപോലെ പേര്, ഈ പേരുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല അഖൈതിന്ന്. അപ്പോ ദ്രൗപദിയും അഖൈതിയും കൂടെ പാടാൻ പോകുന്ന പാട്ട് ഏതാണ്? ഇത് എം ജെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഈ പാട്ടിനെ പറ്റി. അതെ അതെ, എന്ത് കോയിൻസിഡൻസ് അല്ലേ, അപ്പോഴത്തേക്ക് ആ പാട്ട് വന്നു. ഓ മൈ ഗോഡ്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാട്ടുകൾ പറഞ്ഞുകൊണ്ടിരിക്കാം. അതെ, അപ്പൊ എം ജെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഈ പാട്ട് കേട്ടോ. അപ്പൊ ഡീറ്റെയിൽസ് പറയട്ടെ. വർഷം 2006, പാടിയത് MG സാറും മച്ചാട്ട് വാസന്തി. പിന്നെ മ്യൂസിക് ഗിരീഷ് പുത്തഞ്ചേരി, രവീന്ദ്രൻ മാസ്റ്റർ. പിന്നെ ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി. 2006 സിനിമ വടക്കുന്നാഥൻ. അതിന്റെ സ്ക്രിപ്റ്റും ഗിരീഷ് ഏട്ടനാണ് ചെയ്തിരിക്കുന്നത്. വെരി ബ്യൂട്ടിഫുൾ സിനിമ. ലാലേട്ടൻ ഓഫ് കോഴ്സ്, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നന്നായിട്ട് പാടണേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആളകമ്പടിയോടും മേളവാദ്യഘോഷത്തോടും നാളെ നിന്റെ വേളിച്ചക്കൻ വരുന്നു തത്തേ. നീളെ നീളെ തോരണങ്ങൾ, മാല പോലെ അലങ്കാരങ്ങൾ, ആളിമാരു താടിപ്പാടാൻ അരിയ തത്തേ. ഒത്തിരി 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 മുത്തുവിളക്കി ചേർക്കും കല്യാണം. മഴയുടെ പവിഴമെടുക്ക, നിളയുടെ വളകളൊരുക്ക, മഴയുടെ പവിഴമെടുക്ക, നിളയുടെ വളകളൊരുക്ക. കാവിൽ വയ്ക്കും മണിക്കൈ വിളക്കേ, തത്തക 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 തത്തകളെത്തി തത്തും കല്യാണം. ഒത്തിരി 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 മുത്തുവിളക്കി ചേർക്കും കല്യാണം.
തക 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 തത്തകളിത്തി തത്തും കല്യാണം ഒത്തിരി 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 മുത്തുവിളക്കി ചേർക്കും കല്യാണം തത്തക 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 തത്തകളിത്തി തത്തും കല്യാണം ഒത്തിരി 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 മുത്തുവിളക്കി ചേർക്കും കല്യാണം മഴയുടെ പവിഴമെടുക്കാം നിലയുടെ വളകളെടുക്കാം മഴയുടെ പവിഴമെടുക്കാം നിലയുടെ വളകളെടുക്കാം കാവിൽ വയ്ക്കും മണിക്കൈയിൽ വിളക്കേ തത്തക 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 തത്തകളിത്തി തത്തും കല്യാണം ഒത്തിരി 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 മുത്തുവിളക്കി ചേർക്കും കല്യാണം നൈസ് നൈസ്. താങ്ക് യു സർ. അങ്ങനെ തന്നെ പാടണം കേട്ടോ. പിന്നെ ഈ പാട്ട് എം ജി അണ്ണനോട് പാടിയിരിക്കുന്ന ആദ്യത്തെ ആഡ്ലിപ്പില്ലേ ആ പോർഷൻ പാടിയിരിക്കുന്ന മച്ചാട്ട് വസന്തി ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. ഭയങ്കര മോനേന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തിൽ അമ്മ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അമ്മയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്. മണിമാരൻ. 2 ലൈൻ കേൾപ്പിക്കാം. മണിമാരൻ അല്ലേ? മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല മധുരക്കീനാവിൻ്റെ കരിമ്പിൻ തോട്ടം. ഭയങ്കര ബ്യൂട്ടിഫുൾ. ബാബുരാജ് മാസ്റ്റർ അല്ലേ? ബാബുരാജ്. ബാബുക്കയുടെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത്. വസന്തയമ്മ പാടിയിട്ടുള്ളത്. അപ്പൊ ഈ പാട്ട് വസന്തയമ്മയുടെ- ദാസേട്ടന്റെ കൂടെ അല്ല പാടിയിട്ടില്ല. ആ ഡ്യുവറ്റാണ്. Yes. വസന്തയമ്മയുടെ ഓർമ്മ അതിന് മുന്നിൽ ഒരു വലിയൊരു നമസ്കാരമുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് മാർഗത്തിലേക്ക് പോണ്ടേ? ഈ ഒരു സോങ്ങിന് മോൾക്ക് കിട്ടുന്നത് 96.75 ഒക്കെ. താങ്ക് യു സർ. തത്തക 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 തത്തകളിത്തി തത്തും കല്യാണം ഒത്തിരി 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 ഇവർ രണ്ടുപേർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അഗേതി കുട്ടിക്ക് ഇനിയും കുറെ മാർക്കൊക്കെ കൂടുതൽ മേടിക്കണം നമുക്ക് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ദ്രൗപദി ഇടയ്ക്ക് വരണം കേട്ടോ. അതെ. തക